ഒരു സംശയം ബാക്കി. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ്. ആർക്കു വേണ്ടിയാണ് മാധ്യമ സഹോദരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? മാധ്യമപ്രവർത്തകർ പ്രതിനിധാനം ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടിയോ, അതോ സമൂഹത്തിന് വേണ്ടിയോ, അതോ നാട്ടുകാർക്ക് വേണ്ടിയോ, അതോ സ്വയം സംതൃപ്തിക്കായി സ്വയം റിപ്പോർട്ട് ചെയ്യുന്നതോ? ഇങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു സംഭവവികാസമാണ് ഇത്തരത്തിലുള്ള ചിന്തയ്ക്ക് നിദാനമായത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ രാമനിലയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കണ്ട് പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകർ ഇന്ന് വെട്ടിലായ മട്ടിലാണ്. ഇവർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേസ് കൊടുത്തിരിക്കുന്നു. ആ കേസ് അനുസരിച്ച് 3 മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് എന്ന് പറഞ്ഞാൽ വാർത്തയെടുക്കാൻ പോയ 3 മാധ്യമപ്രവർത്തകർ ഇനി കേസിൻ്റെ വഴികളിലാണ്. ശിഷ്ടകാലം കോടതി വരാന്തകളിലാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തിയ ഒരു പരാമർശത്തിന് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം തേടിയാണ് മാധ്യമപ്രവർത്തകർ തൃശ്ശൂർ രാമനിലയത്തിലെത്തിയത്. ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിനെ തുടർന്ന് വിവാദത്തിലായ നടൻ മുകേഷ്, MLA കൂടിയായ നടൻ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയത്. ഇതേ തുടർന്ന് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ പ്രതികരണമാരായാനാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കൂടി മണ്ഡലമായ തൃശ്ശൂരിലെ രാമനിലയത്തിൽ എത്തിയത്. അവിടെ നിന്നും ഇറങ്ങുന്ന വഴി സുരേഷ് ഗോപിയോട് പ്രതികരണം ആഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം പെട്ടെന്ന് ചുവന്നു തൊടുത്തു. അദ്ദേഹം പ്രതിനിധാനം ചെയ്ത എത്രയോ കഥാപാത്രങ്ങളെപ്പോലെ ഭരത്ചന്ദ്രൻ IPS പോലെ ശുഭിതനായി അദ്ദേഹം കാറിൻ്റെ ഡോർ വലിച്ചു തുറന്ന് അകത്തേക്ക് കയറിപ്പോയി. മാധ്യമപ്രവർത്തകർ മാറി നിൽക്കുന്നതും കണ്ടതാണ്. പ്രത്യേകിച്ച് അതിനുശേഷം ദൃശ്യമാധ്യമങ്ങളിലും യൂട്യൂബുകളിലും വന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇതാണ്. മാധ്യമപ്രവർത്തകർ മാറി നിൽക്കുകയും സുരേഷ് ഗോപി പ്രതികരിച്ച് ഡോറ് വലിച്ചടച്ച് കടന്നു പോകുന്നതുമാണ്. പക്ഷേ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് കുഴഞ്ഞു മറിഞ്ഞത്. ഇതിനുശേഷം കോൺഗ്രസ് നേതാവും തൃശ്ശൂരിലെ മണ്ഡലങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന അനിൽ ഐക്കര മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മാധ്യമപ്രവർത്തകരോ പൊതുപ്രവർത്തകരോ ഇങ്ങനൊരാവശ്യം അനിലിന് മുന്നിൽ ഉന്നയിച്ചോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അനിൽ ഐക്കര പോലീസിൽ പരാതി നൽകി. ആ പരാതിയുടെ തുടർച്ചയായിട്ടാണ് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയും പരാതി നൽകാൻ നിർബന്ധിതനായത്. ഏതായാലും ഇത്തരം രാഷ്ട്രീയ പോരാട്ടത്തിൽ ബലിയാടായത് പാവം മാധ്യമപ്രവർത്തകരാണ്. അവർക്ക് ഇനിയുള്ള കാലം കോടതി വരാന്തയിലാണ്. ഇതിനേക്കാൾ മാധ്യമസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒന്നുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ തുടർന്ന് അദ്ദേഹം ശുഭിതമായി പെരുമാറിയപ്പോൾ മുതൽ ബഹിഷ്കരിക്കണം എന്നൊരു ആഹ്വാനം പരസ്യമായും രഹസ്യമായും മാധ്യമപ്രവർത്തകരുടെ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു. ആ പ്രതികരണം ആരും ഏറ്റെടുത്തില്ലെങ്കിലും പല മുതിർന്നവരും മുൻ അനുഭവങ്ങൾ കാണിച്ച് വിലക്കിയിരുന്നു. തീർച്ചയായും പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നതുപോലെ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു പ്രധാന ദിനപത്രത്തിൻ്റെ കോൺക്ലേവിലേക്ക് അഥവാ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച് വിശിഷ്ടാതിഥിയായി വേദിയിലിരുത്തി സംസാരിക്കുന്നത് കേരളം കണ്ടു. ആ പ്രബുദ്ധമായ സദസ്സിൽ സുരേഷ് ഗോപിയോട് ഉതിർത്ത ചോദ്യങ്ങളിൽ വനിതാ മാധ്യമപ്രവർത്തക ചില പരാമർശങ്ങൾ തൃശ്ശൂർ സംഭവത്തിലേക്ക്
നയിച്ചുവെങ്കിലും കാര്യമായ രീതിയിൽ അദ്ദേഹത്തോട് പ്രതികരണം തേടാൻ അവർ തുനിഞ്ഞില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. പ്രത്യേകിച്ചും മാധ്യമ സ്ഥാപനം വിളിച്ചു വരുത്തി സുരേഷ് ഗോപിയെ ആദരിക്കുമ്പോൾ അനുചിതമെന്ന് തോന്നിയതുകൊണ്ടാവാം അത്തരം അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കിയത്. പക്ഷേ ചോദിച്ച മാധ്യമപ്രവർത്തകയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. പത്രപ്രവർത്തക സമൂഹത്തിനായി പോരാടുന്ന കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ്റെ ഒരു മുൻ ഭാരവാഹി കൂടിയായിരുന്നു അവർ. എന്നിട്ടും അവരുടെ രോഷം തിളച്ചില്ല. തികഞ്ഞ സമചിത്തതയോടുകൂടി സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിച്ചു. മാനേജ്മെൻറ്റിൻ്റെ വേണ്ടി ജോലിയെടുക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അതല്ലാതെ മറ്റു വഴിയില്ല. അപ്പോൾ തീർച്ചയായും ഇത്തരം സംഭവങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന പാഠമെന്താണ്? മുന്നറിയിപ്പുണ്ട എന്താണ്? വികാരത്തിന് അടിമപ്പെടരുത്. മാധ്യമപ്രവർത്തകർ ജോലി നിർവഹിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നുള്ള തുടക്കത്തിലെ സംശയം വീണ്ടും ബാക്കിയാകുന്നു. സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ കേന്ദ്രമന്ത്രിയായപ്പോഴും രാജാവിൻ്റെ മകനും ഭരചന്ദ്രനും IPSുമായി മാറി മാറി മുഖഭാവം മാറുമ്പോൾ മാധ്യമപ്രവർത്തകർ കരുതലോടെ നിൽക്കണം. കാരണം ആർക്കും തുണയില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ നിസ്സഹായകതയും നിരാലംബതയുമാണ് ഇത് കാണിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്? മാധ്യമ സമൂഹത്തിന് വേണ്ടിയാണോ? പൊതുസമൂഹത്തിന് വേണ്ടിയാണോ? അതോ രാഷ്ട്രീയ സമൂഹത്തിന് വേണ്ടിയാണോ? തീർച്ചയായും ഇനിയെങ്കിലും ഒരു വീണ്ടു വിചാരത്തിന് മാധ്യമ സമൂഹം തയ്യാറാകണം. എപ്പോഴും ഏതു സമയത്തും മഞ്ഞു പെയ്യുന്ന ദിനങ്ങളിലും പേമാരിയിലും ഉരുൾപൊട്ടലിലും ജീവനും മനസ്സുമായുസ്സും വകവയ്ക്കാതെ ബൈറ്റിനായി പരതി നടക്കുന്ന മാധ്യമപ്രവർത്തകരെ ഒന്ന് കരുതുക. നിങ്ങൾക്ക് തുണ നിങ്ങൾ മാത്രം.